പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് മധ്വാചാര്യരെ കുറിച്ചാണ്. ബുദ്ധ ജിനേന്ദ്ര ഗോരക്ഷ പാണി നിശ്ച പതഞ്ജലി ശങ്കരോ മധ്വനിം ഭാർഗൗ. മധ്വാചാര്യർ കലിയുഗം 44-ാം നൂറ്റാണ്ടിൽ 700 വർഷം മുമ്പ് കർണാടകയിലെ പാചക ഗ്രാമത്തിൽ നാടില്ലായ നാരായണ ഭട്ടിൻ്റെയും വേദവതിയുടെയും പുത്രനായി വിജയദശമി നാളിൽ അവതരിച്ച വായുദേവന് വാസുദേവൻ എന്ന പേരിട്ടു. ആ ബാലനാണ് പിന്നീട് സ്വയം മധ്വാചാര്യർ എന്ന പേരിട്ട് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ആചാര്യനായി തീർന്നത്. മധ്വാചാര്യൻ്റെ ജീവിതകാലം 1197 മുതൽ 1287 വരെ ആയിരുന്നു. 1287 മാഘശുക്ല നവമി നാളിൽ ആചാര്യൻ ബദരീനാഥിൽ തിരോധാനം ചെയ്ത നാൾ ഇന്നും മാധ്വ നവമിയായിട്ട് ആചരിക്കപ്പെടുന്നു. 3 വയസ്സുള്ള വാസുദേവനെയും കൂട്ടി നാരായണ ഭട്ട് ഉത്സവത്തിന് പോയി. അവിടെ നിന്നും കാണാതായ വാസുദേവൻ ചെന്നെത്തിയത് ഉടുപ്പിയിലെ ശിവക്ഷേത്രത്തിലാണ്. തേടിച്ചെന്നവരോട് അവൻ പറഞ്ഞത് തന്നെ ഒരമ്പലത്തിൽ നിന്ന് അടുത്തതുവരെ എത്തിച്ചത് അവിടുത്തെ ദേവനാണ് എന്നായിരുന്നു. 7 വയസ്സുള്ളപ്പോൾ ഉപനയനം നടത്തി വിദ്യാഭ്യാസം തുടങ്ങി. അദ്ദേഹത്തെ ഒരിക്കൽ പഠിപ്പിച്ചത് പിന്നീട് പഠിപ്പിക്കേണ്ടി വരില്ലായിരുന്നു. ഗുരുകുലത്തിൽ പഠിക്കാൻ ചേർന്ന വാസുദേവന് പഠനത്തോടൊപ്പം ഓട്ടം, നീന്തൽ എന്നിവയിലും അഭിരുചിയുണ്ടായിരുന്നു. നീ എന്താണ് പഠിപ്പിച്ചതൊന്നും അഭ്യസിക്കാതെ കളിച്ചു നടക്കുന്നത് എന്ന് ഗുരു ചോദിച്ചപ്പോൾ അവൻ ചമ്രം പടിഞ്ഞിരുന്ന് പഠിച്ചതെല്ലാം കാണാപ്പാഠം ചൊല്ലി. പിന്നെ ഗുരു ഒന്നും മിണ്ടിയില്ല. ഗുരു അച്യുതപ്രജ്ഞന്റെ മഠത്തിൽ ചേർന്ന വാസുദേവൻ സന്യാസം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം പൂർണ്ണപ്രജ്ഞനെന്നും ആനന്ദതീർത്ഥനെന്നും അതിനുശേഷം അറിയപ്പെട്ടു. അദ്വൈതാചാര്യനായിരുന്ന തൻ്റെ ഗുരുവിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ആനന്ദതീർത്ഥന്റെ മതസിദ്ധാന്തങ്ങൾ. അവ തത്വവാദമെന്നും ദ്വൈതമതമെന്നും അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മതമനുസരിച്ച് തത്വം 2 വിധമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തത്വങ്ങൾ 2 വിധമുണ്ട്. അതിലൊന്ന് സ്വതന്ത്രവും 2 അസ്വതന്ത്രവും. സ്വതന്ത്ര തത്വം പരമാത്മാവായ മഹാവിഷ്ണുവാണ്. അസ്വതന്ത്ര തത്വം സൃഷ്ടി അഥവാ പ്രകൃതിയാണ്. ജീവൻ അസ്വതന്ത്രമാണ്. മഹാവിഷ്ണുവിനെ ഉപാസിച്ചാൽ ജീവന് പരമാത്മാവിൻ്റെ ചില ഭാവങ്ങൾ പകർന്നു കിട്ടും. ജീവൻ എന്നത് അനന്തസംഖ്യയിലുണ്ട്. ന്യായം, വൈശേഷികം, സാഖ്യം എന്നീ ദർശനങ്ങളുടെ സ്വാധീനം ആനന്ദതീർത്ഥരുടെ മതസിദ്ധാന്തത്തിലും കാണാം. ഗുരുവിൻ്റെ അനുവാദത്തോടുകൂടി ഭാരത പര്യടനത്തിന് പുറപ്പെട്ടപ്പോഴാണ് അദ്ദേഹം മധ്വാചാര്യൻ എന്ന നാമം സ്വീകരിച്ചത്. ആദ്യം തെക്കേ ഭാരതത്തിൽ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു. തിരിച്ചുടുപ്പിയിലെത്തി. ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം എന്നിവയ്ക്ക് ഭാഷ്യം രചിച്ച് തൻ്റെ മതം സ്ഥാപിച്ചു. പിന്നെ ഭാരത താൽപര്യ നിർണയം രചിച്ചു. മറ്റ് നിരവധി പുസ്തകങ്ങൾ, സ്തോത്രങ്ങൾ എന്നിവ മധ്വാചാര്യരുടെ സംഭാവനയായിട്ടുണ്ട്. ഭാരതത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത് മധ്വാചാര്യനാണ്. യാഥാസ്ഥിതികർക്ക് രുചിക്കാത്ത പലതും ചെയ്തതിൻ്റെ പേരിൽ നിരവധി എതിർപ്പുകൾ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ അപൂർവങ്ങളായ പുസ്തകങ്ങളുടെ ശേഖരം പോലും തട്ടിയെടുത്തു കൊണ്ടുപോയി. ഒരിക്കൽ വധശ്രമം വരെ നടന്നു. ബഹിഷ്കരിക്കപ്പെട്ടു. എന്നാൽ മധ്വാചാര്യർ തൻ്റെ പ്രവർത്തനവുമായി നിരന്തരം മുന്നോട്ട് തന്നെ പോയി. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ഗുജറാത്തിലെ ദ്വാരകയിൽ നിന്നും കൊണ്ടുവന്ന വിഗ്രഹമടക്കം കപ്പൽ മുങ്ങിപ്പോയി. എന്നാൽ ആചാര്യൻ ധ്യാനത്തിലൂടെ വിഗ്രഹം കപ്പലിൻ്റെ തകർന്ന അവശിഷ്ടത്തിലുണ്ടെന്ന് കണ്ടെത്തി നാട്ടിലെത്തിച്ചു. ക്ഷേത്ര പ്രതിഷ്ഠ തടസ്സം കൂടാതെ പൂർത്തിയായി. ഭാരതയാത്രയ്ക്ക് പുറപ്പെട്ട ആചാര്യൻ മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശത്തെത്തിയപ്പോൾ ചിലർ ഗ്രാമത്തെ രക്ഷിക്കുവാൻ ചിറ കെട്ടുന്നത് കണ്ടു. അവരെത്ര പരിശ്രമിച്ചിട്ടും ചിറ പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ല. ആചാര്യൻ അവിടെ താമസിച്ച് ചിറ കെട്ടുവാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ സേവാ മനസ്സിൻ്റെ പ്രകടനമായിരുന്നു. ഉജ്ജയിനിയിൽ വെച്ച് കുളിക്കാൻ പോകുമ്പോൾ ബ്രാഹ്മണ ശിഷ്യരുടെ കൂടെയും കുളി കഴിഞ്ഞ ശേഷം താഴ്ന്ന ജാതിക്കാരായ
ശിഷ്യരുടെ കൂടെയുമാണ് ആചാര്യൻ നടന്നിരുന്നത്. ജാതി സമ്പ്രദായം വല്ലാതെ നമ്മുടെ നാട്ടിൽ കൊടികുത്തി വാണിരുന്ന സമയത്ത് എല്ലാ ജാതിയിൽപ്പെട്ടവരും തൻ്റെ ശിഷ്യന്മാരാണെന്നും അവർക്കിടയിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. താഴ്ന്നവരെന്ന് സമൂഹം കരുതിയവരും ഉയർന്നവരെന്ന് സമൂഹം കരുതിയവരും എനിക്കൊരുപോലെയാണ് എന്ന് അദ്ദേഹം പ്രവർത്തനത്തിലൂടെ എല്ലാവർക്കും മാതൃകയായി. കായികമായി വളരെ കരുത്തനായിരുന്നു ആചാര്യൻ. ഒരിക്കൽ കാശിയിൽ വെച്ച് തൻ്റെ 35 ശിഷ്യന്മാരോട് തന്നെ ആക്രമിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അവരെയെല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തി. പിന്നീടൊരിക്കൽ തങ്ങളെ ആക്രമിക്കാൻ വന്ന കൊള്ളക്കാരെ വിരട്ടിയോടിക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അങ്ങനെ അതിശക്തമാർന്ന ശരീരത്തോടു കൂടിയ ആചാര്യൻ കൂടിയായിരുന്നു. ഇസ്ലാമിക അധിനിവേശത്തെ പ്രതിരോധിക്കുവാൻ ഭാരതത്തെ സജ്ജമാക്കിയതിൽ ഇദ്ദേഹത്തിന് നല്ല പങ്കുണ്ടായിരുന്നു. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാരതീയ സംസ്കാരത്തെയും നമ്മുടെ ധർമ്മത്തെയും സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നത്. ഭാരതയാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഉഡുപ്പിയിൽ തിരിച്ചെത്തി. തൻ്റെ അച്ഛനമ്മമാരുടെ മരണശേഷം അനുജനായ വിഷ്ണുതീർത്ഥൻ ആചാര്യൻ്റെ സന്യസ്ത ശിഷ്യനായി. മറ്റു പ്രമുഖ ശിഷ്യന്മാർ ശോഭനഭട്ട്, നരസിംഹതീർത്ഥൻ, പത്മനാഭതീർത്ഥൻ എന്നിവരായിരുന്നു. തൻ്റെ 8 പ്രമുഖ ശിഷ്യന്മാരെ ഉഡുപ്പിയിലെ 8 വൈഷ്ണവ മഠങ്ങളിലെ പ്രമുഖരാക്കി. തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയ ആചാര്യൻ 80-ാമത്തെ വയസ്സിൽ ബദരീനാഥിലെത്തി. 1287 മാഘശുക്ല നവമി ദിവസം തിരോഭവിച്ചു. അസാധാരണമായ പ്രചരണ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പര കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് ലോകമെമ്പാടും വൈഷ്ണവ ഭക്തിധാര എത്തിയത് എന്നുകൂടി മനസ്സിലാക്കുക. ആ മധ്വാചാര്യനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.